പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. വി ടോക്സ് പട്ടാമ്പി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വി ടോക്സ് പട്ടാമ്പി മീഡിയ ഹീറോ ഓഫ് ദി ഡേ എന്ന ഈ പ്രോഗ്രാമിൽ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ എത്തിച്ചേരുന്നത് പാലക്കാട് ജില്ലയിലെ നാടൻപാട്ട് സമിതിയായ പാട്ടുഗ്രഹം നാടൻപാട്ട് കലാസംഘത്തിലെ ആർട്ടിസ്റ്റുകളാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് എല്ലാവരും വിശേഷം? സുഖം, അങ്ങനെ പോണു. സുഖമായിരിക്കണം. അതെ. നമ്മുടെ ടീമിലെ അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ? തീർച്ചയായിട്ടും. നമ്മുടെ ടീമിലെ ഇളയ കലാകാരനാണ് സുബിൻ. ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ തേനൂര് പാലക്കാട് സ്വദേശി തന്നെയാണ്. പിന്നെ അതുപോലെ വളർന്നു വരുന്ന കലാകാരനാണ് ആയുഷ്. പിന്നെ നമ്മുടെ ടീമിന്റെ വാനമ്പാടി അകല്യ, പിന്നെ അതുപോലെ വാനമ്പാടി അശ്വിനി, പിന്നെ ഋതുവും പാട്ടും കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ആർട്ടിസ്റ്റാണ് ഋതിൻ. പിന്നെ അതുപോലെ വേഷത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആകാശ്. ടീമിന്റെ കോർഡിനേറ്ററിന് വഹിക്കുന്ന ഒരാളാണ് വിനു. പിന്നെ ഋതം നമ്മുടെ തകിലിസ്റ്റാണ് സൗരത്ത് രാമശ്ശേരി. പിന്നെ അതെ, നല്ലൊരു പേരാണല്ലോ. അതെ അതെ അതെ, നല്ലൊരു പേരാണ്. ആള് കാണുന്ന പോലെ അല്ല, പുലിയാണ്. വളരെ ഫേമസ് ആയ. അതെ അതെ, തീർച്ചയായിട്ടും. ഇഡ്ഡലിയുടെ പേരിൽ. അതെ അതെ അതെ. പിന്നെ അതുപോലെ നമ്മുടെ ടീമിന്റെ നെടുന്തൂണാണ് പാട്ടില്, അമരക്കാരനാണ് പാട്ടിന്റെ, നിതിൻ കുരിശ്ശേരി പുള്ളിക്കാരൻ. പിന്നെ നമ്മുടെ മറ്റൊരു പാട്ടുകാരനാണ് അനു പ്രിയാരി, ഇവിടെ വണ്ണക്കര സ്വദേശിനിയാണ്. പിന്നെ നമ്മുടെ ടീമിന്റെ എല്ലാമാണ് എല്ലാ കാര്യത്തിലും ഓടിയെത്തുന്ന നമ്മുടെ ടീമിലെ കലാകാരനാണ് അഖിൽ. പിന്നെ അതുപോലെ ഗോകുൽ. പിന്നെ നമ്മുടെ ആകാശ് നമ്മുടെ ടീമിന്റെ പുതിയ പയ്യനാണ്, വളർന്നു വരുന്ന കലാകാരനാണ്, ഉഷാറാണ് ആളുടെ പാട്ടുകളെല്ലാം. എല്ലാവരും പരിചയപ്പെടുത്തി, ചേട്ടന് മാത്രം പരിചയപ്പെടുത്തി. അതെ അതെ. എൻ്റെ പേര് രഞ്ജിത്ത്, പാലക്കാട് ഇവിടെ പിരാരി സ്വദേശിയാണ്. ഈ പാട്ടുഗ്രഹം നാടൻപാട്ട് സംഘത്തിന്റെ ടീം കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. എങ്ങനെ പോകുന്നു നമ്മുടെ പാട്ടുഗ്രഹത്തിന്റെ ഈ സീസൺ, അല്ലെങ്കിൽ ഇനിയുള്ള റിഹേഴ്സൽ ക്യാമ്പ്, ഇനിയുള്ള പ്രോഗ്രാം ഒക്കെ എങ്ങനെ പോകുന്നു? അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സന്തോഷം. ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങളുടെ പാട്ടുഗ്രഹം നാടൻപാട്ട് സംഘം ആരംഭിക്കുന്നത്. കുറച്ച് പേരെ ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് വന്ന് ചേർന്നതാണ് നമ്മുടെ ഈ കൂട്ടാളികൾ. തുടക്കം തന്നെ നമ്മൾ ഇത്രയും വേദികൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നതാണ്. ബട്ട് നമ്മളെല്ലാവരും സഹകരണവും കൂട്ടായ്മയും സ്നേഹവും നല്ല രീതിയിൽ നിന്നുകൊണ്ട് നമുക്ക് 30ഓളം സ്റ്റേജുകൾ നമുക്ക് കഴിഞ്ഞ സീസണിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സീസണിൽ 30ഓളം സ്റ്റേജ് ചെയ്യാൻ പറ്റി. അതെ, ഫസ്റ്റ് വന്ന. അതെ അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു കാര്യമാണ്. നമ്മളെ സ്വീകരിച്ച് അംഗീകരിച്ച കമ്മിറ്റിക്കാരോടും നമ്മുടെ സ്നേഹവും കടപ്പാട് നമ്മൾ ഇതിലൂടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ പുതിയ സീസണിലേക്ക് ഞങ്ങൾ ഒരുങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. 2.5 മണിക്കൂർ നമ്മുടെ ഈ പ്രോഗ്രാം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മുടെ കമ്മിറ്റിക്കാരോട്, നമ്മളെ കഴിഞ്ഞ വർഷം നെഞ്ചോട് ചേർത്ത് പിടിച്ച കമ്മിറ്റിക്കാരും നമ്മളെ വരവേൽക്കാനിരിക്കുന്ന എല്ലാ കമ്മിറ്റിക്കാരോടും ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ പ്രോഗ്രാം കാണുക. ഞങ്ങളുടെ പ്രോഗ്രാമിനെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ വേദികൾ കൊടുത്ത് സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ചേട്ടാ, അപ്പൊ നമുക്ക് നിങ്ങളുടെ ഒരു പെർഫോമൻസ് കണ്ടാലോ? ഓക്കെ അല്ലേ? ചാലിച്ച ചന്ദനത്തിൽ ചന്തമേറും ചേലല്ലേ പെണ്ണേ നീ, കരിമഷി കണ്ണഴകെ നിന്നെ കണ്ടാൽ വാരിപ്പുണരുമടേ. ചാലിച്ച ചന്ദനത്തിൽ ചന്തമേറും ചേലല്ലേ പെണ്ണേ നീ, കരിമഷി കണ്ണഴകെ നിന്നെ കണ്ടാൽ വാരിപ്പുണരുമടേ. പട്ടുചേല എടുത്തു കെട്ടി കണ്ണാടി നോക്കി നിന്നാലേ, അഴകൊത്ത പെണ്ണൊരുത്തി നിന്നെ കണ്ടാൽ ആരും നോക്കിപ്പോകും. പട്ടുചേല എടുത്തു കെട്ടി കണ്ണാടി നോക്കി നിന്നാലേ, അഴകൊത്ത പെണ്ണൊരുത്തി നിന്നെ കണ്ടാൽ ആരും നോക്കിപ്പോകും. മുല്ലപ്പൂ ചൂടി വരും നിൻ കാർക്കുന്തൽ കണ്ടാലേ, എന്തൊരഴകാടി എൻ ചന്തമേറും അഴകേ. മുല്ലപ്പൂ ചൂടി വരും നിൻ കാർക്കുന്തൽ കണ്ടാലേ, എന്തൊരഴകാടി എൻ ചന്തമേറും അഴകേ. ചേട്ടാ, പാട്ട് പാടിയത് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അവന്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ പാടിയത്. മോന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? ഋതുൻ അല്ലേ? രക്ഷയില്ലാത്ത പാട്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ടീമില് ഇപ്പോ തുടങ്ങിയിട്ട് 1 വർഷമായിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഈ 1 വർഷത്തിന്റെ ഇടയിൽ 30ഓളം സ്റ്റേജ് നിങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറയണ്ടായി. അതിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഏതായിരുന്നു? ഏത് സ്ഥലത്തായിരുന്നു? ഓർമ്മ ഉണ്ടോ? നമ്മൾ ചെയ്ത വേദികളെല്ലാം വളരെ സന്തോഷത്തോടെ കൂടിയിട്ട് നമ്മൾ ചെയ്തിറങ്ങിയതാണ്. നമ്മുടെ ഇറങ്ങുന്ന പ്രോഗ്രാം ചെയ്യുന്ന എല്ലാ വേദികളിൽ നിന്നും കമ്മിറ്റിക്കാരാണെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അടുത്ത് നിന്നാണെങ്കിലും നല്ലൊരു അഭിപ്രായമാണ് നമ്മൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ളത്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് മറക്കാൻ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ വേദികളിൽ അല്ലേ? അതിലേറ്റവും നിങ്ങൾക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു വേദി ഏതായിരുന്നു? നമ്മുടെ
പെട്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എല്ലാ വേദിയും വളരെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് തന്നെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാ വേദികളും നമ്മൾ വിചാരിച്ച രീതിയിൽ ചെയ്യണം എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാ വേദികളും ചെയ്തിറങ്ങിയിട്ടുള്ളത്. ചിറ്റൂർ, അതെ, നമ്മൾ പാലക്കാട് ചിറ്റൂർ ഉള്ളൊരു സ്ഥലത്ത് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. കാരണം തുടർച്ചയായിട്ട് അവിടുത്തെ 2 വേദികൾ അമ്പലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ കമ്മിറ്റിക്കാർ നമ്മളോട് അത്രയും സ്നേഹവും ആദരവും കാണിച്ചുകൊണ്ട് നമുക്ക് ചെയ്ത വേദി തന്നെ വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ളതാണ്. ആ വേദിയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പാലക്കാട് ജില്ലയിലല്ലാണ്ട് പുറത്ത് ജില്ലകളിൽ പോയിട്ട് നിങ്ങൾ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടോ? നമ്മൾ 1-2 ജില്ലകളിൽ ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമുകൾ. പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും വിളിക്കുക പുറമെ ഇപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കോളുകളായിരുന്നു നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പാലക്കാടിൽ നമ്മുടെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ വേദികൾ നമുക്കും തരാനുള്ള കമ്മിറ്റിക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് പല പരിപാടികളും നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇനിയും തുടർന്നുള്ള സീസണുകളിൽ ഇതുപോലുള്ള ജില്ലകളിൽ നിന്നുള്ള പരിപാടികൾ തന്ന് നമ്മളോട് സഹകരിക്കണം. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരൊക്കെ അവരുടെ പ്രോഗ്രാമുകൾക്കൊക്കെ നിങ്ങളെ പങ്കെടുപ്പിക്കും, അതുപോലെ തന്നെ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിൽ ഇതിന്റെ പാട്ട് പാടുന്നതിന്റെ മെയിൻ സിംഗർ ആരാണ് നമ്മുടെ ടീമിൽ? നമ്മുടെ ടീമിൽ പാട്ടിന്റെ നമ്മൾ തന്നെ വിശേഷിപ്പിക്കുന്ന അമരക്കാരൻ തന്നെയാണ്. പാട്ടുഗ്രഹത്തിന്റെ അനുകൃത കലാകാരനാണ് നിതിൻ കുരിശ്ശേരി. പുള്ളിക്കാരൻ തന്നെയാണ് പാട്ടിന്റെ എല്ലാം ഇത് നോക്കുന്നത്. അതേപോലെ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ അകല്യ വളർന്നു വരുന്ന കലാകാരിയാണ്. അത് പാട്ടിൽ മാത്രമല്ല, ഇപ്പോൾ കൊട്ടിലും പഠനത്തിലായിക്കോട്ടെ എല്ലാത്തിലും നല്ല മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന കലാകാരിയാണ്. ഈ വർഷത്തെ +2 ഫുൾ A+ഓടെ പാസ്സായ കുട്ടിയാണ്. പാട്ടിന് നമ്മുടെ നാടൻപാട്ട് ഫീൽഡിൽ വരുന്ന സമയത്തും കൂടെ പഠനത്തിനും അതിൻ്റെതായിട്ടുള്ള വില കൊടുത്ത് ആ കഴിവ് തെളിയിച്ചൊരു കലാകാരിയാണ്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് പാട്ടുഗ്രഹത്തിന്റെ ഒരു പാട്ടും കൂടി നമുക്ക് കേട്ടാലോ? നമുക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കേട്ടാലോ? തീർച്ചയായിട്ടും. മുട്ടോളം മുടിയഴകുള്ള പെണ്ണേ, നിൻ കൂന്തലിൽ മുല്ലയൊരുങ്ങി അഴകായി, കരിവണ്ടു മെല്ലെയുറങ്ങും മുടിയിൽ എന്തൊരു മൊഞ്ചഴകാണേ പെണ്ണേ. അല്ലോ തട്ടമണിയും അഴകൂടെ പെണ്ണ്, നാണിച്ചിന്ന് കണ്ണുകൾ പൊത്തും പെണ്ണ്, നിക്കാഹിന് മാതളം പൂക്കും കണ്ണ്, ആദിരാവിൽ ആനന്ദമേകാൻ പെണ്ണ്. അല്ലോ ചെണ്ടുമല്ലി തണ്ടുകളാടും കാലം, വണ്ടുമൂളി ആ വഴിയോരം തേടും, ചുണ്ടിണ ചുവപ്പിച്ച പെണ്ണെ പാത്തു, മരനെത്തും നാളുകളെന്നും പാത്തു. ചേട്ടാ പാട്ട് അടിപൊളിയുണ്ട് കേട്ടോ. അതായത് ഈ പാട്ട് നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഈ നാടൻ പാട്ട് ഫീൽഡിൽ എല്ലാ സമിതികളും എടുത്ത് പാടുന്നൊരു പാട്ടാണ്. എല്ലാ പ്രേക്ഷകരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരുന്നു. അത് അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് നിതിൻ ചേട്ടൻ പാടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ ടീം എത്തിപ്പെട്ടെന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു പാട്ടുഗ്രഹം ടീം. താങ്ക് യു.